ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് ആക്സിലേറ്റർ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ RPM കൂടുന്നതായിട്ട് കാണാം. വെഹിക്കിൾ ഡിസൈൻ ആൻഡ് സർവീസ് കോഴ്സ് MTTCയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു വർക്കിംഗ് മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് വർക്ക് ചെയ്യുന്ന തന്നെ മോഡലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു IC എഞ്ചിൻ, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണെങ്കിൽ നമ്മളിങ്ങനെ ത്രോട്ടിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്യൂവൽ എഞ്ചിനിലേക്ക് വരുവാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരുമ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ശരിക്കും RPM കൂടുന്നത്? അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ അനലോഗ് സിഗ്നൽ ആയിരിക്കും അവിടെ വേരി ചെയ്യുന്നത്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചിട്ട് കൺട്രോളറിനുള്ളിലേക്ക് ആ സിഗ്നൽ ചെല്ലുമ്പോഴത്തേക്കാണ് മോട്ടർ അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഡിസൈനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലാബിലുള്ള സിമുലേഷൻ അല്ലാതെ സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ സ്റ്റുഡൻസിന് നമ്മുടെ സിലബസിൽ അത് ഇൻക്ലൂഡ് സിമുലേഷൻ എങ്ങനെ ടോട്ടൽ വർക്കിംഗ് എങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ കോഴ്സിലും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. സിമുലേഷൻ അല്ല, പിന്നെ നമുക്കിപ്പോ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണല്ലോ അതിന്റെ മോട്ടർ എന്ന് പറയുന്നത്. മോട്ടർ നമുക്ക് ഇവിടെ നോക്കിയാൽ മോട്ടർ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ മോട്ടർ ഇതിന്റെ തന്നെ വീലിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്നത്. മോട്ടറാണ് ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ സൂം ചെയ്ത് നോക്കി കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ആ മോട്ടറിന്റെ വയറാണ് ഈ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് ഇതിനുള്ളിലാണ് മോട്ടർ ഇരിക്കുന്നത്. അതെ. ഇപ്പൊ നമ്മൾ ഇവിടെ റോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്ക് റൊട്ടേഷൻ വരുന്നത്. അപ്പൊ അതിന്റെ വർക്കിംഗ് എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിത് ത്രോട്ടിൽ കൊടുക്കുന്നത്. അതെ, ഇതിന്റെ ഒരു ത്രോട്ടിലിന്റെ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. അക്സസറീസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് മോട്ടറാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതും മോട്ടറാണ്. അത് ഹബ് മോട്ടറാണ്. ഇത് മിഡ് ഡ്രൈവ് മോട്ടറാണ്. ഇത് ഈ വരുന്നതെന്ന് പറയുമ്പോൾ ഇത് ചെയിൻ വെച്ചിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. മറ്റേതല്ലാതെ അതിന്റെ ഇതാണ്. അതെ, ഇതിലോട്ട് ചെയിൻ കണക്ട് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റുഡൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ 2 ടൈപ്പ് മോട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറ്റി മനസ്സിലാക്കാൻ ഏതൊക്കെ 2 ടൈപ്പ് വരുന്നത്? ഇത് BLDCയുടെ തന്നെ. ഇത് BLDC ആണ്. BLDCയുടെ തന്നെ മിഡ് ഡ്രൈവ് മോട്ടറും ഇത് ഹബ് മോട്ടറും ആണ്. നമുക്ക് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. നമുക്ക് വേറെ കോഴ്സിന്റെ അകത്ത് വേറെ മോട്ടേഴ്സ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് പഠിപ്പിക്കാനായിട്ട് എടുത്തിരിക്കുന്ന 2 സാമ്പിൾസ് ആണ്. ഇത് വണ്ടി തന്നെ ഉള്ളതും പിന്നെ ഒന്ന് സെപ്പറേറ്റ്. അതെ, ഈ വണ്ടിക്കകത്തുള്ള തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിവൈസ് ഇതേ ഡിവൈസ് തന്നെയാണ്. ഈ സെയിം ഡിവൈസ് തന്നെയാണ്. ഇതിന്റെ തന്നെ പല വാട്ട്സ് റേറ്റിലുള്ള അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ സാമ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള അത് ചാർജറിന്റെ ഫംഗ്ഷനിങ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അതെ ബേസിക് ആയിട്ടുള്ള കുറെ ടൂൾസ് ഒക്കെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ മൾട്ടിമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ. അതെ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഡിസൈൻ കോഴ്സിലുള്ള. അപ്പൊ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡിസൈൻ മാത്രമല്ല, നമുക്ക് EV സർവീസിംഗ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ സർവീസിംഗും ഉണ്ട്. അതുപോലെ തന്നെ EV മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പല കമ്പനീസ്, ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖലയിലുള്ള പല കമ്പനീസ് ആയിട്ടും, ഈവൻ കാർ മാനുഫാക്ചറിംഗ് ആണെങ്കിലും സ്കൂട്ടർ മാനുഫാക്ചറിംഗ് ആണെങ്കിലും കമ്പനീസ് ആയിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ബൾക്ക് വേക്കൻസീസ് ആണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഓഫീസേഴ്സായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയുടെ ഹയർ ഓഫീസറായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വേക്കൻസീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ബൾക്കായിട്ട് കാൻഡിഡേറ്റിനെ കൊടുക്കണമെന്നാണ് അവിടെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. സോ അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഡിസൈൻ. ഇപ്പൊ നമുക്ക് ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കേരളത്തിൽ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സാണ് നിങ്ങൾക്ക് MTTC നിന്ന് ലഭിക്കുക. ഇപ്പോൾ കോഴ്സ് സംബന്ധമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.